മൂന്നും ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. അതോടേക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ശരി സാർ. റസാഖ്, എന്താ ഈ സമയത്ത്? മാഡം, എന്നെ ഏൽപ്പിച്ച ജോലി പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കി എന്ന് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. മനസ്സിലായില്ല. രേഷ്മയുടെ ടെക്സ്റ്റൈൽസിൽ മലയി സെൽവത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ട പെൺകുട്ടിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ? എന്റെ സംശയം കൃത്യമായിരുന്നു. അവിടത്തെ മലയി സെൽവത്തിന്റെ മകൾ സെൽവിയും രേഷ്മയുടെ കേരളത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ സ്റ്റാഫും ഒരാൾ തന്നെയാണ്. എന്റെ മുന്നിൽ രേഷ്മ ആ പെൺകുട്ടിയെ എന്തിനാണ് ഒളിപ്പിക്കാൻ ശ്രമിച്ചതെന്നുള്ള ചെറിയൊരു ചിന്ത എന്നെ മധുരയിലെത്തിച്ചു. 3 പേരെയും കയ്യോടെ പൊക്കി. എന്നിട്ട് വിഷ്ണുവിന്റെ മിസ്സിംഗിൽ രേഷ്മയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് രേഷ്മ കട്ടായം പറഞ്ഞു. രേഷ്മയുടെ വീടും നമ്മൾ സെർച്ച് ചെയ്തു. സംശയാസ്പദമായി ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷെ കൃത്യമായി മധുരയിലെ മലയി സെൽവത്തിന്റെ വീടിന് മുന്നിൽ വെച്ച് അവളുടെ ഡ്രൈവറെയും ചേർത്ത് 3 പേരെയും ഞാൻ പൊക്കി. പൊക്കാൻ കാരണവുമുണ്ട്. അവരുടെ കയ്യിലപ്പോ ചിതാഭസ്മം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? ചിതാഭസ്മം? അതെ മാഡം, അവരുടെ കയ്യിൽ ചിതാഭസ്മം ഉണ്ടായിരുന്നു. അത് മധുരയിൽ നിമജ്ജനം ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അതാരുടേതാണെന്ന് അവര് പറഞ്ഞോ? ഇതുവരെ നമ്മൾ ചോദിച്ചതിനൊന്നും സത്യസന്ധമായ രീതിയിൽ മറുപടി പറയാത്ത ഇവര് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മാഡം വിശ്വസിക്കുക? കഥകൾ പറയാൻ ഇവരുടെ കയ്യിൽ ഒരുപാട് കാണും. പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അറിയണമെങ്കിൽ മാഡം നേരിട്ട് തന്നെ ഇവിടം വരെ വരേണ്ടി വരും. വിഷ്ണുവേട്ടൻ എന്താ സംഭവിച്ചെന്നറിയണം.